2025 പിറന്നതിന് ശേഷം കേരളത്തെ മൊത്തത്തിൽ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് കുറച്ച് നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതുപോലൊരു സംഭവമാണ് ഇപ്പോൾ കോഴിക്കോട് മുക്കത്ത് നിന്നും അറിയാൻ കഴിയുന്നത്. ഇന്നും സ്ത്രീ എന്ന് വെച്ചാൽ വെറും ഒരു മാംസപിണ്ഡമായി കാണുന്ന ഒരുപാട് പേരുണ്ട്. സ്ത്രീ എന്ന് വെച്ചാൽ ഒരു ഭോഗവസ്തുവാണ്, തങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളൊരു എന്തോ ഒരു വസ്തുവാണ് എന്ന് കണ്ട് ഇന്നും ആ സ്ത്രീകളെ ആ രീതിയിൽ കാണുന്ന ഒട്ടനവധി പേരുകളുണ്ട്. സ്ത്രീകൾ ഒരിക്കലും ജോലിസ്ഥലത്തോ മറ്റുള്ള സ്ഥലങ്ങളിലോ ഒന്നും തന്നെ സുരക്ഷിതരല്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മളെ തെളിയിപ്പിച്ച് തരുന്നത്. ഡോക്ടർമാർ, വക്കീലന്മാർ, ബിസിനസ്സുകാർ, സിനിമാ നടിമാർ, അതുപോലെ തന്നെ മറ്റ് പ്രൊഫഷണൽ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന പല ലേഡീസിനും ഇത്തരത്തിലുള്ള ഒരുപാടധികം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലരും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നാണക്കേട് കാരണം പുറത്ത് പറയാതിരിക്കുന്നുണ്ട്. ചിലർ ആത്മരക്ഷാർത്ഥം സ്വയം ആത്മഹത്യ ചെയ്യുന്നവരുമുണ്ട്. അങ്ങനത്തിലൊരു സംഭവമാണ് ഇപ്പോൾ കോഴിക്കോട് മുക്കത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഹോട്ടൽ ജീവനക്കാരിയെ അവിടുത്തെ ജീവനക്കാർ 3 പേര് ചേർന്നും അതുപോലെ തന്നെ അവിടുത്തെ ഹോട്ടലിലെ ആ മുതലാളി, ആ ഹോട്ടൽ നടത്തിപ്പുകാരൻ ഉൾപ്പെടെ ചേർന്ന് ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുകയുണ്ടായി. ആദ്യമേല്ലാം ഒരുപാട് കരഞ്ഞ് കെഞ്ചി താണ് പറഞ്ഞിട്ട് പോലും ആ സ്ത്രീയോട് അവർക്ക് ആർക്കും ഒരു കരുണയും തോന്നിയില്ല. ആരും ഒന്നും അറിയില്ല, ആരും ഒന്നും അറിയാൻ പോകുന്നില്ല എന്നുള്ള ഒരു രീതിയിലായിരുന്നു അവർ സംസാരിച്ചിരുന്നത്. ആ ഒരു വീഡിയോ ദൃശ്യവും കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോഴത്തെ സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയാണ്. കാരണം സ്ത്രീകൾ എവിടെയും സുരക്ഷിതരല്ല എന്നുള്ളത് തന്നെയാണ് സത്യത്തിൽ ഈ ഒരു കേസോടുകൂടി നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ആ ഒരു ലേഡി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈലിലെ ക്യാമറ ഓണായി ആ ക്യാമറയിൽ വരുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ സത്യത്തിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഞെട്ടിപ്പോവും. അത്രയ്ക്കും വലിയ മോശമായിട്ട് ക്രൂരമായിട്ടുള്ളൊരു സംഭവമാണ് അവിടെ നടന്നിരുന്നത്. തൻ്റെ മാനം പോവുമെന്നും തൻ്റെ അഭിമാനം ക്ഷതമേൽക്കുമെന്നും മനസ്സിലായ ആ ഒരു സമയത്ത് അവർ തൻ്റെ ജീവനേക്കാൾ വലുത് തൻ്റെ മാനമാണെന്ന് കണക്കിലാക്കിക്കൊണ്ട് ആ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് അവരെടുത്ത് താഴേക്ക് ചാടുകയാണ്. അത്യസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കെ തന്നെ പോലീസുകാരുടെ മൊഴിയിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം പുറത്തു വരുന്നത്. മാത്രമല്ല ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്ത അവർ തന്നെയാണ് ഈ സ്ത്രീ മുകളിൽ നിന്ന് ചാടിയ സമയത്ത് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. കാരണം വധശ്രമത്തിന് പിന്നാലെ കൊലപാതകത്തിന് അവർ സാക്ഷി പറയേണ്ടി വരില്ലേ. ആ ഒരൊറ്റ കാരണം കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ളൊരു ഹോസ്പിറ്റലിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കാനുള്ളൊരു കാര്യം അവർ നോക്കി. ഒരു പക്ഷേ അത് അവിടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നതായിട്ട് പോലും പുറം ലോകം അറിയില്ലായിരുന്നു. അങ്ങനെ ഈ ഒരു സ്ത്രീ ഹോസ്പിറ്റലിൽ എത്തിയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ആ ഹോട്ടലിൽ നടന്നു എന്നുള്ളത് പുറം ലോകത്തിന് അറിയാനായിട്ട് സാധിച്ചത് തന്നെ. എന്ത് തന്നെ ആയാലും സ്ത്രീകൾ ഒരിക്കലും ഒരിടത്തും സുരക്ഷിതരല്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കേസോടുകൂടി ഈ ഒരു കാര്യത്തോടുകൂടി എല്ലാവർക്കും മനസ്സിലാവുന്നത്. മാത്രമല്ല ഇന്നും സ്ത്രീകളെ ആണെങ്കിൽ ഒരു ഭോഗവസ്തുവായിട്ട് ഒരു മാംസപിണ്ഡമായിട്ട് കരുതുന്ന ഒരുപാടധികം ആണുങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. സ്ത്രീകളെ മറ്റൊരു രീതിയിൽ കാണുന്ന അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നോക്കി നിർവൃതി അടയുന്ന ഒരുപാടധികം ആണുങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തോടുകൂടി നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാടധികം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരത്തോ എന്തെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കമൻറ്റ് വഴി അറിയിക്കുക. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.